നിങ്ങളുടെ അറിവിൽ ലോകത്ത് എത്ര ചൈനയുണ്ട്? നിങ്ങൾ കരുതി ഇതൊരു മണ്ടൻ ചോദ്യമാണ്. അല്ല, ഞാൻ പറയും 2 ചൈനയുണ്ടെന്ന്. 2 രാജ്യങ്ങൾ ഞങ്ങളാണ് യഥാർത്ഥ ചൈന എന്ന് അവകാശപ്പെടുന്നുണ്ട് ലോകത്ത്. ഇപ്പോൾ അതിലൊരു ചൈനയുടെ അവകാശവാദത്തിൻ്റെ അളവും ശക്തിയും അല്പം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ്. പക്ഷേ 1970-കൾ വരെ അവരാണ് യഥാർത്ഥ ചൈന എന്ന് വാദിച്ചിരുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു ലോകത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, തൈവാൻ എന്നാണ് രാജ്യം. ഞാൻ തൈവാനിലേക്കൊരു യാത്ര പോകാനായിട്ട് തൈവാൻ്റെ വിസ വാങ്ങുമ്പോൾ എനിക്ക് കിട്ടിയത് തൈവാൻ്റെ വിസയല്ല, ചൈനയുടെ വിസയാണ്. റിപ്പബ്ലിക് ഓഫ് ചൈന ഇൻ തൈവാൻ എന്നാണ് ആ വിസയിൽ എഴുതിയിരുന്നത്. അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് ചൈന എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഒരു നേതാവുണ്ടായിരുന്നു ചൈനയിൽ, കുമിന്താങ് കക്ഷിയുടെ നേതാവ്. സൺയാറ്റ്സൻ എന്ന് പറയുന്ന മാവോയ്ക്കൊക്കെ മുമ്പേ ചൈനയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി പോരാടുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചൈനയിൽ ആരംഭിക്കുകയൊക്കെ ചെയ്ത പ്രശസ്തനായ നേതാവാണ്. കുമിന്താങ് കക്ഷിയുടെ സ്ഥാപകനാണ് സൺയാറ്റ്സൻ. ഈ സൺയാറ്റ്സൻ്റെ സഹപ്രവർത്തകനായിരുന്നു ചിയാങ് കൈഷക്. ഈ ചിയാങ് കൈഷക് പിന്നീട് ഒരു ഏകാധിപതിയായി ഭരണം മുന്നോട്ട് പോകുമ്പോൾ ചൈനയിൽ വിപ്ലവം ആരംഭിക്കുന്നു. മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടാവുന്നു. ഒടുവിൽ ചിയാങ് കൈഷക് അനുയായികളുമായിട്ട് ചൈനയിൽ നിന്ന് തായ്വാൻ എന്ന ഇന്നത്തെ ഭൂപ്രദേശത്തേക്ക് പലായനം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുന്നു, ഇതാണ് യഥാർത്ഥ ചൈന എന്ന്. മാവോയുടെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം വിജയിക്കുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കപ്പെടുന്നു. പക്ഷേ അക്കാലത്തൊന്നും ആ ചൈനയെ UN ഉൾപ്പെടെയുള്ള പല സംഘടനകളും പല രാജ്യങ്ങളും, ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നില്ല. ഈ ചിയാങ് കൈഷക്കിൻ്റെ തായ്വാനാണ് യഥാർത്ഥ ചൈന എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ ചൈനയിലേക്ക് ഞാനൊരു യാത്ര നടത്തിയത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ശരിക്കും തായ്വാനിലേക്ക് മാത്രമായിട്ടൊരു യാത്രയായിരുന്നില്ല. അത് ഞാൻ ഫിലിപ്പീൻസിൽ പോയി, ഫിലിപ്പീൻസിൽ നിന്ന് സൗത്ത് കൊറിയയിൽ പോയി, സൗത്ത് കൊറിയയിൽ നിന്ന് ഈ തായ്വാനിലേക്ക് വന്നു, ഈ തായ്വാനിൽ നിന്ന് പിന്നെ ഞാൻ ജപ്പാനിലേക്ക് യാത്ര ചെയ്തു. ഇങ്ങനെ 4-5 രാജ്യങ്ങളിലൂടെ കിഴക്കനേഷ്യയിലൂടെ ദീർഘമായൊരു യാത്രയ്ക്ക് പുറപ്പെട്ടെ. ഇൻ്റർനെറ്റിലൂടെ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പരിമിതികളുള്ളൊരു കാലത്താണ് ഞാൻ ഈ തായ്വാനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അക്കാലത്ത് ചില ട്രാവൽ ഏജൻസികളെയും ടൂർ കമ്പനികളെയൊക്കെ ഞാൻ ആശ്രയിച്ചിരുന്നു. അവരെ എനിക്ക് വേണ്ടി ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് തരും, അവിടുത്തെ വിമാന ടിക്കറ്റുകൾ എടുത്തു തരും. കൂടാതെ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാനും തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാനും അവിടെയുള്ള യാത്രകളും ചെറിയ ചെറിയ ടൂറുകൾക്കും സിറ്റി ടൂറുകൾക്കും ഒക്കെയുള്ള ഗൈഡുകളെ അത് അറേഞ്ച് ചെയ്യുന്ന ടൂർ കമ്പനികളൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് അന്ന് യാത്ര ചെയ്തിരുന്നത്. കാരണം നമുക്ക് തൈവാനിലുള്ള തൈപ്പേയിലുള്ള ഒരു ടൂർ കമ്പനിയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അക്കാലത്ത് ഒരു സാധാരണക്കാരന് വലിയ സാധ്യതകളുണ്ടായിരുന്നില്ല. ടൂർ കമ്പനികൾക്ക് മാത്രമാണ് അവരിൽ ചിലരെങ്കിലും കോൺടാക്ട്സ് ഉണ്ടാവുക. അത് ടെലക്സ്, ഇമെയിൽ ഒക്കെ വഴി ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ വൗച്ചറുകൾ നമുക്ക് തരും. ഈ വൗച്ചറുകളുടെ കെട്ടുമായിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുക. അങ്ങനെ ഞാൻ സൗത്ത് കൊറിയയിലെ സിയോളിൽ നിന്ന് ഒരു ദിവസം ഉച്ചയോടുകൂടി തായ്പേയ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. തായ്പേയിലെ ചിയാങ് കൈഷക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അവിടുന്ന് ഇമിഗ്രേഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരാൾ എൻ്റെ പേരെഴുതിയ ഒരു പ്ലക്കാർഡുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. തായ്പേയ് നഗരഹൃദയത്തിലുള്ള ഗോൾഡൻ ചൈന എന്ന് പറയുന്ന ഹോട്ടലിൽ കൊണ്ട് ഇറക്കി വിടുന്നു. ഈ ഗോൾഡൻ ചൈന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് മുറിയിൽ ലഗേജൊക്കെ കൊണ്ടുപോയി വെച്ച് ഉടനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. കാരണം ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി മുതൽ ഒരു 3-4 മണിക്കൂർ നേരം സിറ്റിക്കകത്തൂടെ ഒരു ടൂർ നടത്തണമെന്ന് ഞാൻ എൻ്റെ ടൂർ കമ്പനിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരാളെ പറഞ്ഞു വിടണം എന്നും പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും ഒരാൾ എന്നെ കാത്ത് നിൽക്കുന്നുണ്ട്. അയാളുടെ കൂടെ കാറിലേക്ക് ചെന്ന് കയറി. അയാളുടെ ഒരു ചെറിയ മിനി വാനാണ്, അതിനകത്തും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരു വലിയൊരു മന്ദിരത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഇറക്കുന്നു. അത് പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരമാണ്, തായ്വാൻ്റെ പ്രസിഡൻറ്റിൻ്റെ പാലസ്. അത് തായ്പേയ് വൈറ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നത് അത് ആരെങ്കിലും കളിയാക്കിയിട്ടായിരിക്കണം. കാരണം ഈ ചൈനയോടടഞ്ഞ തായ്വാനെ എക്കാലവും സംരക്ഷിച്ചിരുന്നതും പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നതും അമേരിക്കയാണ്. തായ്വാൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ വൈറ്റ് ഹൗസിലെ പ്രസിഡൻറ്റിൻ്റെ ഒരു കോപ്പിയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം തായ്പേയ് വൈറ്റ് ഹൗസ് എന്ന് പ്രസിഡൻറ്റിൻ്റെ വീടിനും പേരിട്ടത്. അടുത്ത സ്ഥലമാണ് അതിഗംഭീരമായൊരു ക്യാമ്പസ്. നിരവധി ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന അതിഗംഭീരമായൊരു കോംപ്ലക്സ്. അത് ചിയാങ് കൈഷക് മെമ്മോറിയലാണ്. അതായത് ഇവരുടെ ഈ രാഷ്ട്രത്തിൻ്റെ സ്ഥാപകൻ, തായ്വാൻ എന്ന രാഷ്ട്രം സൃഷ്ടിച്ചയാൾ, ചൈനയുമായി പോരടിച്ച് യഥാർത്ഥ ചൈന ഞങ്ങളാണെന്ന് പറഞ്ഞ് 1970-കൾ വരെ ശക്തനായി നിന്ന് 1975-ൽ മരിച്ചുപോയ ചിയാങ് കൈഷക് എന്ന് പറയുന്ന മെയിൻലാൻഡ് ചൈനയുടെ ഒരു കാലത്തെ ഭരണാധികാരി, ഇന്നത്തെ ചൈനയുടെ ഒരു കാലത്തെ ഭരണാധികാരിയും പിന്നീട് അവിടെ നിന്ന് ഓടിപ്പോന്ന് തായ്വാൻ എന്ന് പറയുന്ന ഒരു ദ്വീപിനെ ചൈനയാണെന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഭരിക്കുകയും ദീർഘകാലം നമ്മുടെ നാട്ടിൽ പോലും ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ അവസാന വാക്കായിരുന്നു തൈവാൻ.
ഇപ്പോഴും ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുടെ വലിയൊരു കേന്ദ്രമാണ്. ഒരു കാലത്ത് സിംഗപ്പൂർ അല്ലെങ്കിൽ ഹോങ്കോങ്, തായ്വാൻ ഇതൊക്കെയായിരുന്നു ഏഷ്യയിലെ ഏറ്റവും അഡ്വാൻസ്ഡായ ടെക്നോളജിക്കലി ഏറ്റവും മുന്നിൽ നിന്നിരുന്ന പ്രദേശങ്ങൾ, രാജ്യങ്ങൾ. അതിലെ ഒന്ന് ആണ് തായ്വാൻ. അങ്ങനെ ഒരു തായ്വാനെ സൃഷ്ടിച്ച ചിയാങ് കൈഷക് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ സ്മാരകമാണ് അതിബൃഹത്തായ ഒന്ന്. നല്ല ചുവന്ന തൂണുകളും ഗംഭീരമായ എടുപ്പുകളും മണ്ഡപങ്ങളും എല്ലാം ആയിട്ട് നമ്മളതിനകത്തോട് നടന്ന് കുറേ ദൂരം നടന്നു കഴിയുമ്പോഴാണ് നമ്മളേതാണ്ട് ഒരു 10-20 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള യഥാർത്ഥ കെട്ടിടത്തിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത്. അതായത് സ്മാരക മന്ദിരത്തിന് മുന്നിലേക്ക് ചെല്ലുന്നത്. അതുവരെ പടിക്കെട്ടുകളും പടിപ്പുരകളും ഒക്കെ കടന്നാണ് നമ്മൾ ചെല്ലുന്നത്. മുറ്റത്തൊക്കെ ഗംഭീരമായ മാർബിളിട്ട അതിസുന്ദരമായൊരു കെട്ടിടം. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതിനകത്തും പല ഭാഗങ്ങളുണ്ട്. ഏതാണ്ട് 2.5 ലക്ഷം സ്ക്വയർ മീറ്റർ ഉള്ള ഒരു വലിയ കെട്ടിടമാണിത്. കൂറ്റനൊരു മന്ദിരം, ഗംഭീര നിർമ്മിതി. 1980-കളിലാണ് ഇത് പണിയുന്നത്. ലോകത്തെമ്പാടുമുള്ള തൈവാൻകാർ സംഭാവന ചെയ്ത പൈസ കൊണ്ട് പണിതാണത്. അതിഗംഭീര നിർമ്മിതി. അതിനകത്ത് ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിൻ്റെ കാറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് ചിയാങ് കൈഷക് ഭരണാധികാരിയായിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന കാറുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 7 പേർക്കൊക്കെ വരെ സഞ്ചരിക്കാവുന്ന ഇന്നത്തെ SUV പോലത്തെ വലിയ വമ്പൻ കാറുകൾ, ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ, അതിൻ്റെ പല മോഡലുകൾ ഉള്ള കാറുകൾ ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിയാങ് കൈഷക് ഒരു കാലത്ത് സഞ്ചരിച്ചിരുന്ന കാറുകൾ. വേറൊരു ഭാഗത്ത് ചിയാങ് കൈഷക്കിൻ്റെ ഓഫീസുകളെ അതുപടി പുനഃസൃഷ്ടിച്ചിരിക്കുക. ഓഫീസ് മുറിയുടെ രൂപവും ഭാവവും ഒക്കെ യഥാർത്ഥത്തിലുണ്ടായിരുന്ന മുറിയുടെ രൂപത്തിൽ പണിതിട്ട് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകൾ, മേശ, കസേര ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഒറിജിനൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെ ചിയാങ് കൈഷക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നതും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിമകൾ, അദ്ദേഹത്തിൻ്റെ സ്മരിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ, ഇതൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വമ്പനൊരു കെട്ടിടം, ഒരാഠ്യത്വം നിറഞ്ഞൊരു കെട്ടിടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തേക്കാൾ വലുതാണ് ഈ ചിയാങ് കൈഷക് സ്മാരകം എന്ന് പറയാം. അതിൻ്റെ അർത്ഥം ചിയാങ് കൈഷക്ക് ഈ രാഷ്ട്രത്തിന് എത്ര പ്രാധാന്യമുള്ളതായിരുന്നു എന്നാണത് കാണിക്കുന്നത്. അവിടെ കണ്ട് പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ചെല്ലുന്നത് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ്. അവിടെ നാഷണൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു വലിയ ഒമ്പനൊരു മ്യൂസിയമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയമൊക്കെ നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർ പലരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇത്തരം കെട്ടിടങ്ങളും മ്യൂസിയങ്ങളൊന്നും കാണിക്കേണ്ട, ഞങ്ങൾക്ക് സംഭവങ്ങൾ കാണിക്കൂ എന്ന്. അതായത് നമ്മൾ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറല്ല, ഇതൊരു യാത്രാവിവരണമാണ്. യാത്രാവിവരണം എന്താണെന്ന് തിരിച്ചറിയുന്നവരെങ്കിലും ആയിരിക്കണം മിനിമം സഞ്ചാരം കാണുന്നത് എന്നെനിക്കൊരു നിർബന്ധമുണ്ട്. ഈ മ്യൂസിയത്തിനൊരു കഥയുണ്ട്. എന്താണെന്നറിയോ? ചൈന, ഇന്ന് നമ്മൾ അറിയുന്ന പ്രധാന ചൈനയുണ്ടല്ലോ, ആ ചൈനയുടെ ചരിത്രാവശേഷിപ്പുകൾ മുഴുവൻ പ്രധാനപ്പെട്ടതിനെ ഏതാണ്ട് ഒരു മ്യൂസിയത്തിലാക്കേണ്ടതിലധികം 70,000 ആർട്ടിഫാക്ട്സ്, 70,000 ചരിത്ര സ്മാരകങ്ങൾ ഈ തായ്പേയിലൊരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്, നാഷണൽ പാലസ് മ്യൂസിയത്തിനകത്ത്. ഈ 70,000 എണ്ണം അവിടെ പ്രദർശിപ്പിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് റൊട്ടേഷനിലാണ് കാണിക്കുക. 6 മാസം കൂടുമ്പോൾ ഈ സാധനം മാറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് ഈ ചൈനയുടെ, മെയിൻലാൻഡ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 70,000 വസ്തുക്കൾ ഇവർക്ക് കിട്ടിയത്? ചൈനയെ, അതായത് ഇന്നത്തെ പ്രധാന ചൈനയെ ഒരു കാലത്ത് ജപ്പാൻ കീഴടക്കിയിരുന്നു. ജപ്പാൻ്റെ അധിനിവേശത്തിലായിരുന്നു. ജപ്പാൻ കീഴടക്കിയിരുന്ന സമയത്ത് അവിടുത്തെ രാജവംശങ്ങളും പ്രമാണികളും ഒക്കെ അവരുടെ പ്രധാന മ്യൂസിയങ്ങളിലെ വസ്തുക്കൾ ജപ്പാൻ കൊള്ളയടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അതിനെ പല സ്ഥലങ്ങളിൽ മാറ്റി രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇത് ചൈനയുടെ തന്നെ ഭാഗമായി കിടക്കുന്ന ഒരു ദ്വീപായ തായ്വാനിലേക്ക് ഇത് മാറ്റി. ഈ മാറ്റി തായ്വാനിലിരിക്കുന്ന സമയത്താണ് ചൈനയിൽ വിപ്ലവം നടക്കുന്നതും ചിയാങ് കൈഷക്ക് അവിടെ നിന്ന് ഓടിപ്പോരേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും. അദ്ദേഹം ഓടി വന്ന് തായ്വാനിലേക്ക് വന്ന ഉടനെ അദ്ദേഹം എടുത്ത ഒരു പ്രധാന തീരുമാനം എന്തറിയോ? ഇതൊരു കാരണവശാൽ ഈ 70,000 ഐറ്റങ്ങൾ തിരിച്ച് ചൈനയ്ക്ക് കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. ചൈനയും തായ്വാനുമായിട്ടുള്ള കലിപ്പിൻ്റെ ഒരു പ്രധാന കാരണം ചൈനയുടെ അമൂല്യങ്ങളായ ഈ വസ്തുക്കളെല്ലാം ഇപ്പോൾ തായ്വാൻ്റെ കയ്യിലാണെന്നുള്ളതാണ്. അതെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയമാണ് നാഷണൽ പാലസ് മ്യൂസിയം. അതിനകത്ത് കയറി, പക്ഷേ അതിനകത്ത് ക്യാമറ അനുവദിക്കില്ല. പക്ഷേ ക്യാമറയൊക്കെ പുറത്ത് വെച്ച് ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് ഞങ്ങൾ അതിനകത്തൂടെ കയറിയെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങി. വീണ്ടും യാത്ര. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ വിരുട്ടി കഴിഞ്ഞപ്പോൾ ഗൈഡ് പറഞ്ഞു, നിങ്ങളെ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാം, അവിടെ ഒരു വലിയ റെസ്റ്റോറൻ്റാണ്, നിങ്ങൾക്ക് വേണേൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ അതിലെ കാഴ്ചയൊക്കെ കണ്ടിട്ട് വണ്ടിക്കകത്ത് കയറിയിരിക്കാം, നിങ്ങളെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുപോയേക്കാം, എന്താ വേണ്ടത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുമുണ്ട്, അത്താഴം കഴിക്കണം, എന്താണ് ആ റെസ്റ്റോറൻറ്റ് പ്രത്യേകത? അപ്പോൾ പറഞ്ഞു, അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ശരി, അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ചെന്നിറങ്ങി. ആ റെസ്റ്റോറൻറ്റ് ഒരു മംഗോളിയൻ ബാർബിക്യൂ റെസ്റ്റോറൻറ്റാണ്. ഞാൻ അതുവരെ അത്തരൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത അറിയോ? നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങൾ എടുക്കുന്ന പോലെ നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്യാം. അതായത് ബൊഫെ കൗണ്ടറുകളിൽ പോയി പാചകം ചെയ്തിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുക്കുന്ന ചടങ്ങ് പണ്ടും ഇന്നും ഒക്കെ ഉണ്ട്. അതല്ല ഈ പറയുന്നത്, പാചകം ചെയ്യാത്ത വിഭവങ്ങൾ. ഉദാഹരണത്തിന് ഒരു ഭാഗത്ത് തണുപ്പിച്ച ട്രേക്കകത്ത്
കോഴിയിറച്ചി ഇരിപ്പുണ്ട്, പന്നിയിറച്ചി ഇരിപ്പുണ്ട്, കോഴിയുടെ ആന്തരാവയവങ്ങൾ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരക്കണക്കിന് വസ്തുക്കൾ ഇങ്ങനെ ഫ്രീസറിന് മുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുക, തണുത്ത ഐസിന് മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം ഒരു പാത്രത്തിലേക്ക്. വേറൊരു ഭാഗത്ത് വെജിറ്റബിൾസാണ്, പല രീതിയിൽ മുറിച്ച വെജിറ്റബിൾസ്, ഉള്ളി, സവോള, അല്ലെങ്കിൽ ക്യാപ്സിക്കം, അങ്ങനെ നിരവധി സാധനങ്ങൾ അതാവശ്യമുള്ളത് നമുക്കെടുക്കാം. സോസുകൾ ഒരു ഭാഗത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള സോസുകൾ ഒരു പാത്രത്തിൽ എടുക്കാം. പലതരം ചൈനീസ് ആകുമ്പോൾ നിരവധി സ്വഭാവത്തിലുള്ള സോസുകളുണ്ട്. ഇതെല്ലാം നമ്മളൊരു ട്രേയിൽ എടുത്തുകൊണ്ട് ഒരറ്റത്ത് ചെല്ലുമ്പം അവിടെ കുറേ പാചകക്കാർ നിൽക്കുന്നുണ്ട്. അവർ പൂർണ്ണമായൊരു ഷെഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പറയുന്നതനുസരിച്ച് അവരുണ്ടാക്കി തരിക. നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ അത് വെച്ചിട്ട് ഒരു കല്ലിൽ, ഒരു നല്ല ചുട്ട് പഴുത്ത് നിൽക്കുന്ന ഒരു കല്ലുണ്ട്, ഈ കല്ലിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്ത് അത് നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് നമുക്ക് പാചകം ചെയ്തു തരും. അതായത് നമ്മൾ പാചകം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണോ അത് ചെയ്തിട്ടിങ്ങ് തരും. പ്രധാന പാചകക്കാരായിട്ട് ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തു, ഞങ്ങൾക്ക് വേണ്ടി ഷെഫുമാർ ഈ പാചകം ചെയ്തു തന്നു, അങ്ങനെ അത്താഴം അവിടുന്ന് കഴിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിക്കും അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നേരെ നന്നായി ഇരുട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അന്ന് ഈ അത്താഴമൊക്കെ നേരത്തെ കഴിച്ചുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. രാവിലെ ഉണർന്നെഴുന്നേറ്റു. രാവിലെ ഞാൻ വീണ്ടും ഒരു യാത്രയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ തായ്പേയ് എന്ന് പറയുന്നത് തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രത്തിൻ്റെ ഏതാണ്ട് വടക്ക് ഭാഗത്താണ്. ഒരു കേരളത്തേക്കാൾ കുറച്ചുകൂടെ നീളവും കുറച്ചുകൂടെ വീതിയുള്ള, ഏതാണ്ട് കേരളം പോലെ, കേരളം എടുത്തൊരു കടലിലേക്ക് ഒരു ദ്വീപായിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഇരിക്കുന്ന സ്ഥലമാണ്. കടൽത്തീരം മുതൽ തന്നെ മലമ്പ്രദേശങ്ങൾ തുടങ്ങുക. മലമ്പ്രദേശങ്ങളിലൊരു ദ്വീപാണിത്. ഈ മലമ്പ്രദേശങ്ങൾ നിറഞ്ഞ ഈ ഒരു ദ്വീപിൻ്റെ ഏതാണ്ട് വടക്ക് ഭാഗത്തായിട്ടാണ് തായ്പേയ് എന്ന് പറഞ്ഞ നഗരം. അവിടുന്ന് പിന്നെയും കുറേയും കൂടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ കീലുങ് എന്നൊക്കെ പറയുന്ന പ്രധാന തുറമുഖത്തേക്ക് എത്തുള്ളൂ. ഇന്ന് നമ്മൾ കീലുങ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകണം, ഈലിയു എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പോകണം. അതുപോലെ തന്നെ ജിയൂഫൻ എന്ന് പറയുന്ന ഒരു പുരാനഗരമുണ്ട്, പുരാതന ഒരു ചരിത്ര നഗരം, ഒരു ഹിസ്റ്റോറിക് സ്ട്രീറ്റ്, ഹിസ്റ്റോറിക് സിറ്റി, അവിടെയൊക്കെ പോകണം. അപ്പോൾ ഈ 3-4 സ്ഥലങ്ങളിൽ ഒരു ദിവസം യാത്ര ചെയ്യണം. ഇന്നലത്തേതുപോലെ തന്നെ ഒരു മിനി വാനുമായിട്ട് ഒരാൾ വന്നു. ആ വാനിനകത്ത് ഞാൻ സ്ഥാനം പിടിക്കുന്നു. ഞങ്ങൾ അവിടുന്ന് യാത്രയാകാണ്. അപ്പോൾ ഇവിടുന്ന് വടക്കോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വടക്കൻ തീരത്തേക്കാണ്. തായ്പേയിൽ നിന്ന് കുറേ ദൂരം നമുക്ക് ഈ മലമ്പ്രദേശങ്ങളും താഴ്വരകളും ഒക്കെ നിറഞ്ഞ പ്രദേശത്തൂടെ പോകണം. അപ്പോഴാണ്, അന്നൊക്കെയാണ് നമ്മൾ ലോകത്ത് ഇത്തരം മലമ്പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതെന്ന് അത്ഭുതത്തോടെ കണ്ടിരിക്കുന്നത്. അതായത് മലകളാണ്. ഒരു മല കഴിഞ്ഞാൽ പിന്നെ ഒരു താഴ്വാരം, പിന്നെ അടുത്ത മല, ഇങ്ങനെ പോകുന്ന ഒരു ഭൂപ്രദേശമാണ് തായ്വാൻ്റെ. ഒരു മലയിലെ നിന്ന് നമ്മൾ അടുത്ത മലയിലേക്ക് ഒരു പാലമാണ്. അത് ചെന്ന് കയറുന്ന മലയുടെ മധ്യഭാഗത്തേക്കാണ്. അതൊരു ടണലിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. ആ ടണൽ ചെന്ന് അടുത്തൊരു പാലത്തിലേക്ക് കയറുന്നത്. അതായത് മലകളുടെ പള്ളയ്ക്ക് കൂടെ തുരന്ന ടണലും ആ 2 മലകളിലെ ടണലുകളെ കണക്ട് ചെയ്ത് പാലവും ഇങ്ങനെ നേർരേഖ പോലെ ഉയർച്ച താഴ്ചകളില്ലാതെ പോയിരിക്കുകയാണ്. മിനിറ്റുകൾ കൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തെത്തുന്നത്. ഹൈവേകളുടെ ശൃംഖല, ഫ്ലൈ ഓവറുകൾ, പാലങ്ങൾ, ടണലുകൾ, ഇതുകൊണ്ട് എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചതെന്നും തായ്വാനൊക്കെ എങ്ങനെ തായ്വാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നപ്പോഴാണ്. ഇതൊക്കെ കണ്ട ആവേശം മൂത്ത് ഞാൻ 2003-ലും 2004-ലും ഒക്കെ കേരളത്തിൽ എക്സ്പ്രസ് വേ വേണോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ച നടക്കുകയാണ്. അപ്പം ഞാൻ 1-2 സ്ഥലത്തൊക്കെ പോയിട്ട് ഇത് വേണം, നാടിൻ്റെ വികസനത്തിന് നല്ല ഹൈവേകൾ വരണം, 6 വരിയും 8 വരിയും 10 വരിയും ഒക്കെയുള്ള പാതകൾ വരണം എന്നൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ അന്ന് എന്നെ രൂക്ഷമായി വിമർശിച്ച് പരിഹസിച്ച ഒത്തിരി ആളുകളുണ്ട്. എന്തിനാണ് ഈ റോഡുകളെന്ന് ചോദിച്ചവരുണ്ട്. മര്യാദയ്ക്കുള്ള റോഡുകൾക്കെല്ലാം ടാർ ചെയ്താൽ പോരെ, എന്നിട്ട് തലങ്ങും വിലങ്ങും വേറെ റോഡ് പണിതാൽ പോരെ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇന്ന് 6 വരി പാതയൊക്കെ പണി പൂർത്തിയായി വരുമ്പോൾ ആവേശപൂർവ്വം അതിൻ്റെ ഡ്രോൺ ഷോട്ടുകൾ വരെ ഇട്ട് അതിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണുമ്പോൾ 20 വർഷം കൊണ്ട് മലയാളികളുടെ മനോഭാവവും ആവശ്യങ്ങളും എത്ര പെട്ടെന്ന് മാറിയെന്ന് ഞാൻ തിരിച്ചറിയാണ്. ഇത് 20 കൊല്ലം മുമ്പ് പറയുമ്പോൾ എത്രമാത്രം ആക്രമണങ്ങളും പരിഹാസങ്ങളും കേട്ടിരുന്നത് ഞാൻ ഓർക്കുകയാണ്. അന്ന് അതിനെ എതിർക്കാൻ നിരവധിയായ ന്യായങ്ങളും കാരണങ്ങളുമായിട്ട് നിരവധി ആളുകളുണ്ടായിരുന്നു. ആളുകളിൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും അതിവേഗത്തിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താനുള്ള ഗതാഗത ഫെസിലിറ്റികൾ ഉണ്ടാകേണ്ടതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. കാരണം എന്താണെന്നറിയോ, 2004-ൽ അന്ന് ആ പാതകളെ എതിർക്കുന്നവരുടെ ഒക്കെ മക്കൾ ഇന്ന് കാറ് മേടിച്ചു. ആ കാറിനകത്തിരുന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും ട്രാഫിക് തിരക്കുകളിൽ പെടുമ്പോഴും പയ്യെ ഞരങ്ങി പോകുമ്പോഴും ഒക്കെ അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി സിഗ്നൽ ലൈറ്റുകൾ പോലുമില്ലാത്ത റോഡുകൾ വന്നെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇനിയുള്ള കാലത്ത് എത്തൂ എന്ന് മനസ്സിലായി. തായ്വാനൊക്കെ പോലെ കുതിച്ചു വളരുന്നത് എങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞു പോകുന്നത്. എനിക്കും തോന്നാറുണ്ട് അത്രയൊന്നും അഭിപ്രായം പറയേണ്ട കാര്യമില്ലായിരുന്നു. കേരള സമൂഹത്തിൽ നമ്മൾ വലിയ അഭിപ്രായമൊന്നും മിണ്ടാതെ പറയാതെ അങ്ങ് ജീവിക്കുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും. ഈ യാത്രയിലുടനീളം നമ്മൾ ഈ പുറത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നു, ആവേശപൂർവ്വം കേരളം നാളെ ഇങ്ങനെയായാൽ എന്തായിരിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടെങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ചില ക്ഷേത്രങ്ങളിലൊക്കെ കയറും.
ഇത് ഇന്നലെ നമ്മളൊരു വലിയ ക്ഷേത്രത്തിൽ കയറിയിരുന്നു കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ കഥകൾ ഞാൻ പറയാത്തത് കാരണം ഒത്തിരി ഈ ചൈനയിലും തായ്വാനിലും ചൈനീസ് സംസ്കാരമുള്ള നാടുകളിലും എല്ലാം താവോയിസം എന്ന് പറയുന്ന മതമാണ് അവരുടെ പ്രധാന മതം. ബുദ്ധിസം ധാരാളമായിട്ട് അവിടെ ബുദ്ധിസ്റ്റുകളുണ്ടെങ്കിൽ കൂടി താവോയിസം എന്ന് പറയുന്ന മതത്തിന് വലിയ അനുയായികളുണ്ട്. അവിടെ പലതരം ദേവതകളാണ്. പല ദേവതകളെയും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചിത്ര രൂപങ്ങളുള്ളവരാണ്. അവർക്ക് വേണ്ടി നടത്തുന്ന പൂജകൾ ഇതൊക്കെ വളരെ വിചിത്രമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയുള്ള മത ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ താവോയിസത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളിൽ കയറുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കീലും പോർട്ട് ഹാർബർ ഏരിയ ഒക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഒരു പ്രധാന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈലിയു എന്ന് പറയുന്ന ഒരു ബീച്ചാണ്. ശില്പങ്ങളുടെ ഒരു ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഇറങ്ങി ബീച്ചിൻ്റെ ഒരു ഭാഗത്ത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കണം. കുറേ ദൂരം കടലിൻ്റെ തീരത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ എത്തുന്നത് റോക്ക് ഫോർമേഷൻ്റെ അടുത്തേക്കാണ്. അതായത് കടൽ ശില്പങ്ങൾ മെനഞ്ഞിരിക്കുന്ന കാഴ്ച. കടൽ തീരത്തുള്ള പാറകളെ കടൽത്തിരകളടിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അതൊക്കെ ഓരോ ശില്പങ്ങളായി മാറിയിരിക്കുന്നു. അതിൽ ക്വീൻസ് ഹെഡ് എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട്. ക്വീൻസ് ഹെഡ് അതായത് ഒരു രാജ്ഞിയുടെ തല കൊത്തിയെടുത്തതുപോലെ ഒരു 6-7 ആളിൻ്റെ ഉയരത്തിൽ വമ്പനൊരു പ്രതിമ. അതായത് ഈ ഒരു ഇവിടുന്ന് മുകളിലേക്ക് മാത്രം തലയും കഴുത്തും ചുവലും ഒക്കെയുള്ള ഒരു രാജ്ഞിയുടെ പ്രതിമ. അതുപോലെ നിരവധി പ്രതിമകൾ മാത്രമല്ല, ചിലത് പ്രത്യേക ഫോർമേഷനുകളാണ്. ഈ പ്രദേശമൊക്കെ ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു. അതിൽ ഈ ക്വീൻസ് ഹെഡ് എന്നൊക്കെ പറയുന്നത് ചില പ്രത്യേക ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിക്ടോറിയ രാജ്ഞിയുടെയോ എലിസബത്ത് രാജ്ഞിയുടെയോ ഒരു പ്രതിമയാണെന്നേ നമുക്ക് തോന്നുള്ളൂ കണ്ടാൽ. അതുപോലെ പല കാഴ്ചകളുണ്ട്. ആ ബീച്ചിലൊക്കെ നിരവധി റിസോർട്ടുകൾ, ഹോട്ടലുകൾ. അതായത് ഇത്തരം ഒരു നാച്ചുറൽ മോണ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ വിറ്റ് കാശാക്കാമെന്ന് അവർക്കറിയാം. ആ പരിസരം മുഴുവൻ ടൂറിസത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഒരു മലകയറ്റം തുടങ്ങുകയാണ്. നമ്മൾ കുറേ ദൂരെ ഈ മല കയറി എത്തുന്നത് ജിയൂഫെൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ്. ഈ ജിയൂഫെൻ പട്ടണം ഒരു പഴയ നഗരമാണ്. അതായത് ഏകദേശം ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് സജീവമായിരുന്ന ഒരു വലിയ നഗരം. ഇന്നത്തെ തായ്പേയേക്കാൾ സജീവമായിരുന്ന ഒരു പട്ടണം. അതിനൊരു കാരണമുണ്ട്. ഈ ജിയൂഫെൻ പ്രദേശത്ത് ആദ്യകാലത്ത് ചൈനക്കാർ കുടിയേറി വന്നിരുന്നു. അതായത് ചൈനയിലെ മെയിൻലാൻഡ് ചൈനയിൽ നിന്ന് ഈ തായ്വാനിലേക്ക് ചൈനീസ് കുടുംബങ്ങൾ സാധ്യതകൾ തേടി വന്നിരുന്നു. അങ്ങനെ വന്ന ചില ആളുകൾ ഈ ജിയൂഫെൻ പ്രദേശത്ത് മലമ്പ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെ അംശം കണ്ടെത്തി. അങ്ങനെ കൂടുതൽ ആളുകൾ വന്ന് പ്രാകൃതമായ രീതിയിൽ അവർ പാറ പൊട്ടിച്ചും മല തുരന്നുമൊക്കെ സ്വർണത്തിൻ്റെ അയിര് എടുത്ത് അവർ സമ്പന്നരായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജപ്പാൻ ഈ തായ്വാനെ കീഴടക്കുന്നത്. ജപ്പാൻ്റെ അധീനതയിലായി തായ്വാൻ ദീർഘകാലം. 1800-കളുടെ അവസാന കാലം, 1880-കളുടെ കാലം മുതൽ. ആ സമയത്ത് ജാപ്പനീസ് സൈന്യം ഇവിടേക്ക് കയറി വന്നു. ജാപ്പനീസ് പൗരന്മാരിങ്ങോട്ട് വലിയ തോതിൽ കയറി വന്നു. ഇവിടെ ഉണ്ടായിരുന്ന അതിനെ പ്രതിരോധിച്ച് നിന്നവരെ മുഴുവൻ യുദ്ധത്തടവുകാരാക്കി മാറ്റി. ജപ്പാന് മനസ്സിലായി ഈ ജിയൂഫെൻ മലമ്പ്രദേശങ്ങളിൽ ധാരാളം സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന്. ജപ്പാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ ജിയൂഫെനിൽ സ്വർണ്ണ ഖനികൾ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഈ പർവ്വതങ്ങളിലെ തുരന്ന കൂറ്റൻ ടണലുകൾ പണിത് അതിനുള്ളിലൂടെ റെയിലൊക്കെ ഇട്ട് വലിയ തോതിൽ മെക്കനൈസ്ഡായ രീതിയിൽ വലിയ തോതിൽ സ്വർണ്ണ ഖനനം ആരംഭിച്ചു. നിരവധി ചൈനക്കാർ അവിടുത്തെ തൊഴിലാളികൾ മാത്രമായി മാറി. അതായത് ഈ നാട്ടുകാർ മുഴുവൻ അവിടുത്തെ തൊഴിലാളികളായി മാറി. പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തിൽ തോക്കും ചൂണ്ടി അടിമകളെപ്പോലെ ചൈനക്കാരെ കൊണ്ട് അല്ലെങ്കിൽ ഈ തായ്വാനീസ് മനുഷ്യരെ കൊണ്ട് പണിയെടുപ്പിച്ച് സ്വർണം ഖനനം ചെയ്ത് അത് ജപ്പാനിലേക്ക് കടത്തിക്കൊണ്ടുപോയി. അക്കാലത്ത് ഇവിടുത്തെ ഖനി തൊഴിലാളികളുടെയും അവരുടെ ഉടമകളായിരുന്ന ജപ്പാൻകാരുടെയും ഒക്കെ ഒരു പ്രധാന പട്ടണമായിട്ട് ഈ ജിയൂഫെൻ പട്ടണം വളർന്നു. അതായത് സ്വർണത്തിൻ്റെ ആ പകിട്ടിൽ, സമ്പന്നതയിൽ അവർക്ക് വേണ്ട ഉല്ലാസ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, എല്ലാ തരത്തിലുള്ള ആഘോഷത്തിനും വേണ്ട കേന്ദ്രങ്ങൾ, ഇതെല്ലാമുള്ള വമ്പൻ പട്ടണമായിട്ട് ഈ ജിയൂഫെൻ വളർന്നു. ഈ ജിയൂഫെൻ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിരവധി ഖനികൾ, ഖനിമുഖങ്ങൾ, ഖനികളിലേക്ക്, ഖനി എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് താഴേക്കല്ല, മലയായതുകൊണ്ട് ഇങ്ങനെയാണ് കയറി പോവുക. അതായത് ഹൊറിസോണ്ടലായിട്ടാണ് ടണലുകൾ പോവുക. അപ്പോൾ അതിനകത്തേക്ക് പാളങ്ങൾ ഇട്ടിട്ട് അതിലേക്ക് പോയി ഈ പാളങ്ങളിലൂടെ ട്രോളികളിൽ പാറ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. അതിനെ പ്രോസസ്സ് ചെയ്തും ഫിൽറ്റർ ചെയ്ത് അതിനകത്ത് ചെറിയൊരു അംശം കിട്ടുന്ന സ്വർണ്ണത്തെ പ്രോസസ്സ് ചെയ്തെടുത്ത് അതിനെ മെൽറ്റ് ചെയ്ത് സ്വർണ്ണത്തിൻ്റെ കട്ടകളാക്കി ജപ്പാനിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ സംവിധാനങ്ങളും ഈ 1800-കളുടെ അവസാനം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളവിടെ ചെല്ലുമ്പം ഇതെല്ലാം ഇന്ന് നമുക്കവിടെ കാണാം. അത് പലതും പഴയ ഫാക്ടറി കെട്ടിടങ്ങളും ഗോഡൗണുകളും ഈ ടണലുകളും ഒക്കെ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ പറഞ്ഞ ജിയൂഫെൻ മലനിരകളും അവിടുത്തെ ഈ സ്വർണ്ണഖനികളും ഒക്കെ. ഇതിലൂടെയെല്ലാം നമ്മൾ സഞ്ചരിച്ച് ഷൂട്ട് ചെയ്തു. അതുകൂടാതെ തന്നെ അവിടെ ഈ ജിയൂഫെൻ പട്ടണമുണ്ട്. ഈ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പഴയ തെരുവുകൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആഘോഷത്തിൻ്റെ തെരുവുകളായിരുന്ന
മാർക്കറ്റുകളായിരുന്ന, ഫുഡ് സ്ട്രീറ്റുകളായിരുന്ന, റെസ്റ്റോറൻറ്റുകളും നൃത്തശാലകളുമായിരുന്ന ആ സ്ഥാപനങ്ങളെല്ലാം ഇന്നും അതുപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തായ്വാൻ ഗവൺമെൻറ്, തായ്വാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നടക്കാം, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാം. അവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്, ടീ ഹൗസുകളുണ്ട്. ടീ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ ഖനിത്തൊഴിലാളികൾ അവർക്ക് അവധി കിട്ടുന്ന സമയത്ത് വന്നിരുന്ന് വലിയൊരു ഒരു ഹാളായിരിക്കും, അതിനകത്ത് പല മേശകളുണ്ട്. ഈ മേശയുടെ നടുക്ക് ഒരു അടുപ്പുണ്ട്. ഈ അടുപ്പിൽ ചായക്കെറ്റിൽ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വട്ടത്തിലിരുന്ന് കഥ പറഞ്ഞ് വെടി പറഞ്ഞ് അവരവിടെ ഇരുന്ന് ഈ തിളയ്ക്കുന്ന ചായ ഊറ്റി കുടിച്ച് കഥ പറഞ്ഞിരിക്കുന്ന ടീ ഹൗസുകൾ. ഈ ടീ ഹൗസുകളായിരുന്നു പഴയ ക്ലബ്ബുകൾ പോലെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് രസിക്കുക, സിഗരറ്റ് വലിക്കുക, ചുരുട്ട് വലിക്കുക, ചായ കുടിക്കുക, വീണ്ടും കഥകൾ പറയുക. ക്ലബ്ബുകൾ എന്ന് വേണേൽ പറയാം, തൊഴിലാളികളുടെ ക്ലബ്ബുകളായിരുന്നു ഈ ടീ ഹൗസുകൾ എന്ന് വേണേൽ പറയാം. അത്തരം ടീ ഹൗസുകളിൽ നമുക്ക് കയറാം. ഇപ്പോഴും ആ ടീ ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം പ്രവർത്തിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണെന്ന് മാത്രം. അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് ഈ പറഞ്ഞ ജിയൂഫൻ പട്ടണവും അതിൻ്റെ താഴ്വാരങ്ങളും ആ മലനിരകളിലെ ടണലുകളും അവിടുത്തെ ഖനികളുമെല്ലാം. അങ്ങനെ അവിടെ നമുക്ക് 2-3 മണിക്കൂർ സമയം കിട്ടി. ആ ഗൈഡിനൊപ്പം അല്ലാതെയും ഒക്കെ നമ്മൾ ആ പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് വീണ്ടും നമ്മൾ അവിടുന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. അപ്പോഴത്തേക്കും വൈകുന്നേരം ആകാറായി. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഗ്രാമത്തിൽ കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെ ഒന്ന് വണ്ടി നിർത്തി. എന്നിട്ട് ഈ ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണേൽ ഒരു കാഴ്ച പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം. ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് വേണേൽ കാണാം. ആ വീടിനടുത്തുള്ള പാർക്കിംഗ് ഏരിയ മുഴുവൻ വാഹനങ്ങൾ നിരന്ന് കിടക്കുക. ഈ വണ്ടിക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല നിർഭാഗ്യവശാൽ. അപ്പോൾ ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, വണ്ടിക്കകത്തിരുന്ന് ഷൂട്ട് ചെയ്തു, അതേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് തന്നെ ആ ഷോട്ടുകൾ എടുത്തു. അതായത് ഒരു വീടിനകത്ത് ഒരു പന്തലൊക്കെ ഇട്ടിരിക്കുന്നു, അതിനകത്ത് ധാരാളം ആളുകളുണ്ട്. ഈ വീടിൻ്റെ മുറ്റത്ത് നിരത്തി വെച്ചിരിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുക. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രമാണിയായ ഒരാൾ മരിച്ചാൽ നിരവധി സംഘടനകൾ, ബന്ധുക്കളൊക്കെ പുഷ്പചക്രങ്ങൾ, ബൊക്കകളൊക്കെ ആയിട്ട് ചെല്ലുമല്ലോ, പൂത്താലങ്ങൾ, പൂക്കൂടകളൊക്കെ ആയിട്ട് പോയി അത് സമർപ്പിക്കും. ഒരു ഭാഗത്ത് അതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. ആളുടെ മഹത്വവും വലിപ്പവും കൂടുന്നതനുസരിച്ച് അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ അതല്ല, വീടിൻ്റെ ഒരു തിണ്ണയുടെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിരിക്കുന്ന മുഴുവൻ ബീർ കുപ്പികൾ, പലഹാരങ്ങൾ, പഴങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ബീർ കുപ്പികളാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ പോവുക. അപ്പോൾ ഗൈഡിനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ ബീർ കുപ്പികൾ കൊണ്ട് വെക്കാൻ കാര്യം? അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാൾക്ക് അന്ത്യപ്രണാമം അർപ്പിക്കാൻ ചെല്ലുന്ന ആളുകൾ അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളുമായിട്ടാണ് ചെല്ലുക. അപ്പം മനസ്സിലായി ഈ മനുഷ്യർ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു ഏറ്റവും ഇഷ്ടം എന്നുള്ളത് പിടികിട്ടി. പൂക്കളൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആ ഒരു സിസ്റ്റം വന്നാലത്തെ ഒരു രസം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളുമായിട്ട് മരിച്ചു കഴിഞ്ഞ ആൾക്കാർ വരുമ്പോൾ പലരുടെയും വീടിൻ്റെ മുറ്റത്ത് കുമിഞ്ഞു കൂടുന്ന വസ്തുക്കൾ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ രസമല്ലേ? ആ ചിന്തകളിൽ ഇങ്ങനെ ഓടി കുറേ നഗരത്തിനോട് അടുക്കുമ്പോൾ തായ്പേയ് നഗരത്തിൻ്റെ ഒരു തൂണ് നാട്ടിയ പോലൊരു സാധനം കാണാം. നിങ്ങൾ ഇന്നത്തെ തലമുറയിലോ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വീഡിയോകളും ഒക്കെ കാണുന്നവർക്ക് വലിയ പരിചയമില്ലായിരിക്കാം. പക്ഷേ 2004 മുതൽ 2010 വരെയുള്ളൊരു കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു അത്. തായ്പേയ് 101 ടവർ എന്ന് പറയും. അതായത് 2004 മലേഷ്യയിലെ പെട്രോണാസ് ടവർ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തെ തറ പറ്റിച്ചുകൊണ്ട് ഈ തായ്പേയിലെ 101 കെട്ടിടമായിരുന്നു ലോകത്തെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതി. അതിനെയാണ് 2010 നമ്മുടെ ബുർജ് ഖലീഫ തറ പറ്റിച്ചത്. അവൻ കഴിഞ്ഞ 14 കൊല്ലമായിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിട്ട് നിൽക്കുകയാണ്. ഒത്താൽ അടുത്ത 3-4 കൊല്ലത്തിനകം സൗദി അറേബ്യയിൽ ജദ്ദ ടവർ അതിനെ മറികടക്കുന്ന ഒരു ടവറായിട്ട് രംഗപ്രവേശം ചെയ്യും. അപ്പോൾ ആകാശത്തേക്ക് എത്ര ഉയരത്തിൽ കെട്ടിടം പണിയാന്നുള്ള മത്സരം ഇപ്പോഴും തുടരുകയാണ്. അന്ന് ആ മത്സരത്തിലെ മെഡൽ ജേതാവായിരുന്നു ഈ നിൽക്കുന്ന 101 ടവർ. അതിൻ്റെ സമീപത്തൂടെയൊക്കെ ഒന്ന് ഓടി അതിൻ്റെ വലിപ്പമൊക്കെ കണ്ടു. അതൊരു പ്രത്യേക രീതിയിലാണ്, ഒരു കൈതച്ചക്കയിലോട്ട് നോക്കുന്ന പോലെയാണ്. കൈതച്ചക്ക വലിച്ചു നീട്ടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഏതാണ്ട് അതുപോലെ ഇരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കെട്ടിടം, ചെതുമ്പലോട് കൂടി നിൽക്കുന്ന ഒരു കെട്ടിടം പോലെ. അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പോയപ്പോഴത്തേക്ക് ഇരുട്ടായി. ഈ തായ്പേയിലെ ഏറ്റവും സുന്ദരമായ രാത്രി കാഴ്ചയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ടൂർ നമ്മുടെ കഴിയും. ഹ്വാഷി മാർക്കറ്റ് തായ്പേയിൽ വരുന്ന ടൂറിസ്റ്റുകളെ ഏറ്റവും ആകർഷിക്കുന്നൊരു സ്ഥലമാണ്. തായ്പേയിലെ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഇതാണ്, ഹ്വാഷി മാർക്കറ്റ്. ഇവിടുത്തെ ചന്തയാണ്. ആ ചന്തയിലേക്ക് പോയി തായ്പേയ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പോവുകയാണ്. അങ്ങനെ ഒരു പാർക്കിംഗ് കൊണ്ടേ വണ്ടി നിർത്തി. ഗൈഡ് മുമ്പേ ഇറങ്ങി വന്നോളാൻ പറഞ്ഞു. ഒരു വലിയ പ്രദേശമാകെ വ്യാപിച്ച് കിടക്കുന്നൊരു ചന്ത. ആ ചന്തയ്ക്കുള്ളിലൂടെയുള്ള ഇടുങ്ങിയ തെരുവുകളിലൂടെ നമ്മൾ നടക്കുകയാണ്. ഈ ഇടുങ്ങിയ തെരുവിലൂടെ നടക്കുമ്പോൾ എന്തും ഏതും കിട്ടുന്നൊരു ചന്ത ഇത്.
ആ പ്രദേശത്തെ കുറേ കരകൗശല വസ്തുക്കളും സുവനീറുകളും ഒക്കെ വിൽക്കുന്ന തെരുവുകളെല്ലാം കടന്ന് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്ന് ഗൈഡ് വിശ്വസിക്കുന്ന ഒരു പ്രദേശത്തേക്കാണ്. അവിടെ ഫുഡ് സ്ട്രീറ്റാണ്, ഭക്ഷ്യവസ്തുക്കളുടെ സ്ട്രീറ്റ്. ഈ ഭക്ഷ്യവസ്തുക്കളുടെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ചൈനീസ് ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ്. ഭൂമിയിൽ ഇത്രയേറെ വസ്തുക്കൾ തിന്നാനുണ്ടോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ജീവികൾ, ഇത്രയേറെ ജീവിവർഗ്ഗങ്ങളും ആ ജീവികളുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഇത്രയേറെ ഉപകരണങ്ങളെടുത്ത് ഇത്രയേറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും ചൈനീസ് ഫുഡ്. ചൈനീസും ഈ ഇൻഡോ ചൈന മേഖലയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, ഇൻഡോ ചൈന എന്ന് പറഞ്ഞാൽ തായ്ലൻഡ്, മലേഷ്യ, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ചേരുന്നതാണ് ഇൻഡോ ചൈന എന്ന് പറയുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ള ആ ഭൂപ്രദേശം, ആ പ്രദേശങ്ങളിലൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഇനി ഈ അത്ഭുതങ്ങളെല്ലാം നമ്മൾ കണ്ട് ഷൂട്ട് ചെയ്ത് അതിൻ്റെ മണം, അത് പൊരിക്കുന്നതിൻ്റെ സ്മെല്ല്, ചിലയിടത്ത് നമ്മളെ ഭ്രമിപ്പിക്കുന്ന സ്മെല്ല്, ചിലയിടത്ത് നമ്മളെ അരോചകപ്പെടുത്തുന്ന സ്മെല്ല്, ഇതൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു സ്ട്രീറ്റിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഞെട്ടി അവിടെ നിൽക്കും. കാരണം എന്താ പറയുമോ, ആ സ്ട്രീറ്റ് മുഴുവൻ സ്നേക്ക് ഫുഡിൻ്റെ സ്ട്രീറ്റാണ്. പാമ്പിറച്ചി കൊണ്ടും പാമ്പ് രക്തം കൊണ്ടും ഉള്ള വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവ്. അവിടെ ആദ്യം നമുക്കത് മനസ്സിലായില്ല. ഗൈഡ് മുമ്പേ നടന്നിട്ട് തിരിഞ്ഞ് നിൽക്കുക. എന്തിനാണെന്നറിയോ, നമ്മുടെ മുഖഭാവം നമ്മളാ ഞെട്ടുന്നു എന്ന് കാണാൻ വേണ്ടി പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആദ്യം മുമ്പേ നടന്ന 2-3 പേര് കണ്ട് ആദ്യം അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓരോ കടയുടെ മുന്നിൽ കുറേ മാലകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അകത്തെ കുടലും പണ്ടമെല്ലാം എടുത്ത് കളഞ്ഞ പാമ്പുകളെയായി തൂക്കിയിട്ടിരിക്കുന്നത്. നമുക്കതിനകത്ത് ഇഷ്ടമുള്ള സാധനത്തിനെ തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുത്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ മുറിച്ച് നല്ല നീളമുള്ള മീനിനെ പൊരിക്കാൻ എടുക്കുന്ന പറഞ്ഞാൽ നല്ല മുറിച്ചിട്ട് ബട്ടറൊക്കെ ഇട്ട പാനിനകത്തോട്ടിട്ട് അവനെ അങ്ങോട്ട് വെച്ച് എന്ന് പറഞ്ഞ നല്ല ശബ്ദത്തോടു കൂടി അങ്ങ് പൊരിക്കും. തിരിച്ചും മറിച്ച് വിട്ട് പൊരിച്ച് ഒരു പാത്രത്തിലാക്കി ഇങ്ങോട്ട് തരും. അതിനെ വേണേൽ വീണ്ടും ചെറിയ പീസുകളാക്കും. എന്നിട്ട് ടൂത്ത് പിക്ക് പോലെ കുറച്ച് മുള്ളുകളൊക്കെ കുത്തി വെക്കും. നമുക്കെടുത്ത് കഴിക്കാം. ഇനി ലൈവ് പാമ്പ് വേണോ, അതും അവിടെയുണ്ട്. ലൈവായിട്ട് കിടക്കുന്ന പാമ്പിനെ ഭരണികളിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് കൂടുകളിലുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നതിനെങ്കിൽ പിടിച്ചിട്ട് കയർ മടക്കുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് ടക്കെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ബ്ലഡ് ചാടി വരും. അതൊരു ഗ്ലാസ്സിനകത്തോട്ട് എടുക്കും. ഈ ബ്ലഡും പാലും കൂടെ മിക്സ് ചെയ്ത് ഒരു പ്രത്യേക സാധനങ്ങൾ എന്തൊക്കെയോ ചേർത്ത് ഒരു ഡ്രിങ്കാക്കി വെൽക്കം ഡ്രിങ്ക് പോലെ ആദ്യം ഇങ്ങോട്ട് തരും. എന്നിട്ട് ഇതിനെ അവിടെ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ മുറിച്ച് സ്ലൈസ് ചെയ്ത് പീസാക്കി ഗ്രില്ല് ചെയ്തോ വറുത്തോ ഒക്കെ പ്രിപ്പയർ ചെയ്യും, പാത്രങ്ങളിലാക്കി തരും. അത് നമുക്ക് ഇങ്ങനെ ചെറിയ ഈ പറഞ്ഞ കോല് കൊണ്ട് കുത്തിയോ സ്പൂൺ കൊണ്ട് ഫോർക്ക് കൊണ്ട് കുത്തിയോ ഒക്കെ എടുത്ത് കഴിക്കാം. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോകുന്നു. വേറൊരാളുടെ ഒരു കടയുടെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറയുകയാണ് ഈ കടയിലെ പാമ്പിൻ്റെ പ്രത്യേകതകൾ, പാമ്പിൻ്റെ രക്തം ഉള്ള പാല് കുടിച്ചാലുണ്ടാകുന്ന ശാരീരിക നേട്ടങ്ങൾ, നമുക്കുണ്ടാകുന്ന ആരോഗ്യപരമായ നേട്ടങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വിസ്തരിച്ച് ഇയാൾ കടയ്ക്കകത്തോട്ട് ആളെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കടകൾ, ആ സ്ട്രീറ്റ് മുഴുവൻ പാമ്പ് വിഭവങ്ങൾ വിൽക്കുന്ന കടകളാണ്. അത് അത്ര വൃത്തിയായിട്ടൊന്നുമല്ല കിടക്കുന്നത്, പക്ഷേ അവിടെയും ആളുകൾ വരുന്നുണ്ട്. ഈ പാമ്പിനെ കഴിക്കുന്നതിൽ കൂടുതലും ചൈനീസ് വംശര, ഈ നാട്ടുകാരാണ്. സായിപ്പന്മാരും വിദേശികളും ഒക്കെ വന്ന പയ്യൊന്ന് പേടിച്ച് അറച്ചൊക്കെ ഒരു കഷ്ണമൊക്കെ സാമ്പിളൊക്കെ എടുത്ത് നോക്കുന്നു. വേറൊരു ഭാഗത്ത് സാമ്പിൾ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിചിത്രമായൊരു സ്ട്രീറ്റ്. ഈ ഹ്വാഷി മാർക്കറ്റിന് മറ്റൊരു കഥ കൂടി ഉണ്ടായിരുന്നു. ഒരു കാലത്ത് വേശ്യാവൃത്തിയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ഹ്വാഷി മാർക്കറ്റ്. ഈ ഹ്വാഷി മാർക്കറ്റ് ഒറ്റപ്പെട്ടൊരു സ്ഥലത്തായിരുന്നു. ഇവിടെ അധികം കടകളില്ലാത്തിരുന്ന ഒരു കാലമുണ്ട്. അന്ന് ഇവിടെ ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു. ഈ ചതുപ്പ് പ്രദേശത്തു നിന്ന് ധാരാളം പാമ്പുകളെ കിട്ടിയിരുന്നത് കൊണ്ടും ആ പാമ്പുകളെ കറി വെച്ച് ഇവിടെ വിറ്റിരുന്നത് കൊണ്ടുമാണ് ഈ ഹ്വാഷി മാർക്കറ്റിൽ ഇവിടെ ഒരു സ്നേക്ക് മാർക്കറ്റും കൂടിയായി മാറിയത്. അവിടെ ഒരു കാലത്ത് നഗരത്തിലെ അഭിസാരികൾ വന്ന് കൂടിയിരുന്നു. അവരുടെ ഒരു കേന്ദ്രമായിട്ട് കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഹ്വാഷി മാർക്കറ്റ് വളർന്നു. പിന്നീട് സർക്കാർ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു നിയമവിധേയമായൊരു പ്രവൃത്തിയാക്കി മാറ്റിയതോടുകൂടി ഹ്വാഷി മാർക്കറ്റിൽ തന്നെ വേണമെന്നില്ല ഇരിക്കാൻ എന്ന് ഇവിടുത്തെ അഭിസാരികർക്ക് മനസ്സിലായി. അവർ നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ചേക്കേറി. അഭിസാരികമാരൊഴിഞ്ഞ പാമ്പ് ഭക്ഷണം യഥേഷ്ടം കിട്ടുന്ന ആ ഹ്വാഷി മാർക്കറ്റിൻ്റെ രാവഴികളിലൂടെ ഞാൻ ഏറെ നേരം നടന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HDയിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.